കാലാവധി കഴിഞ്ഞ സി.ഡി ഡയറക്ടർ ജി ജയരാജന് വീണ്ടും നിയമനം നൽകി സർക്കാർ. ഈ മാസം 7-ന് കാലാവധി അവസാനിച്ചിട്ടും പദവിയിൽ തുടർന്നെന്ന റിപ്പോർട്ട് വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. പദവിയിലല്ലാതെ ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചു, ഔദ്യോഗിക കൃത്യങ്ങളും സാധാരണ പോലെ ചെയ്തു തുടങ്ങിയ ഗുരുതര ചട്ടലംഘനങ്ങൾ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. സർവീസിൽ നിന്ന് വിരമിച്ച ജയരാജനെ 3 വർഷം മുൻപാണ് സി.ഡി ഡയറക്ടറായി സർക്കാർ നിയമിച്ചത്. ടി.വി. പ്രസാദ് നൽകും വിശദാംശങ്ങൾ. പ്രസാദ്, ഇന്നലെ ഈ വാർത്ത റിപ്പോർട്ട് പറയുന്നുണ്ട് പ്രസാദ്, വിളിച്ചന്വേഷിക്കുമ്പോൾ അങ്ങനെയൊരു നിയമനം ആ സമയത്ത് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ആ നിയമനം ലഭിച്ചിരിക്കുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? ശ്രുതി, ഇന്നലെ രാവിലെയാണ് നമ്മൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതായത് ഈ 7-ാം തീയതി, അതായത് 4 ദിവസം മുമ്പ് തന്നെ സി.ഡി ഡയറക്ടറായ ജി ജയരാജിന്റെ കാലാവധി അവസാനിച്ചിരുന്നു. കാലാവധി അവസാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഒരാൾ ആ പദവിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ജി ജയരാജിന്റെ കാര്യത്തിൽ കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. അതായത് 7-ാം തീയതി കാലാവധി അവസാനിച്ചിട്ട് കൂടി 8, 9, 10, 11, 10 തുടങ്ങിയ തീയതികളിലെല്ലാം ഈ ജയരാജ് ഓഫീസിലെത്തുകയാണ്. ഓഫീസിലെത്തിയത് ഡയറക്ടറായി തന്നെയാണ്. ഡയറക്ടറുടെ ഔദ്യോഗിക വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, ഡയറക്ടർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അത് തികച്ചും ചട്ടവിരുദ്ധമാണ്. അതായത് ഒരു ഉത്തരവുമില്ലാതെയാണ് ഈ ജയരാജ് എന്ന് പറയുന്ന വ്യക്തി അവിടെ ഡയറക്ടറായി തുടർന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്നലെ രാവിലെ നമ്മൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നതോടുകൂടിയാണ് വൈകിട്ടിന് മുമ്പ് തന്നെ ഇന്നലെ സി.ഡി ഡയറക്ടറാക്കി നിയമനം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ഇതിൽ ഗുരുതരമായ ഒരു പ്രശ്നം, ഭരണത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് ഈ ജി ജയരാജ്. ജയരാജ് CPM-ന്റെ സംസ്ഥാന സമിതി അംഗം കൂടിയായ CPM നേതാവ് TN സീമയുടെ ഭർത്താവ് കൂടിയാണ്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ സി.ഡി വലിയ നിയമലംഘനങ്ങളും അതുപോലെ തന്നെ വലിയ കേസുകളും വിവാദങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ജയരാജിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ബന്ധുത്വ നിയമന വിവാദം, മതിയായ യോഗ്യതയില്ല തുടങ്ങിയ വിവരങ്ങളെല്ലാം പുറത്തു വന്നു. വലിയ വാർത്തയായി, വിവാദമായി, കേസായി, കോടതിയിലെത്തി. അങ്ങനെ വലിയ വിവാദങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യനാണ് ഈ ജി ജയരാജ്. എന്നിട്ടും വിരമിച്ച് കഴിഞ്ഞപ്പോൾ 3 വർഷം പിന്നിടുമ്പോഴും ഡയറക്ടർ സ്ഥാനത്ത് തുടരുകയാണ്, സർക്കാർ അനുവാദം കൊടുക്കുകയാണ് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാവുന്നതുപോലെ സംസ്ഥാന സർക്കാരിന് താല്പര്യമുള്ള നിരവധി പേരെയാണ് ഇതുപോലെ വിരമിച്ചതിന് ശേഷം ലക്ഷങ്ങൾ ശമ്പളമുള്ള പദവിയിലേക്ക് സർക്കാർ നിയമിക്കുകയും ചെയ്യുന്നത്. ഇതിൽ ഒരു ഗുരുതരമായ പ്രശ്നമുള്ളത്, ജി ജയരാജിനെതിരെ അവിടുത്തെ 2 ജീവനക്കാരികൾ കൊടുത്ത പരാതിയിൽ SC/ST അട്രോസിറ്റി പ്രകാരം കേസെടുത്തിട്ടുണ്ട് തിരുവല്ലം പോലീസ്. അതിലും മറ്റ് നടപടികളൊന്നും മുന്നോട്ട് പോവാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ജയരാജിൻ്റെ ഈ ചട്ടലംഘനം ഇന്നലെ റിപ്പോർട്ടർ വാർത്തയാക്കിയതിന് പിന്നാലെയാണ് ഉത്തരവിറക്കിയത്. പക്ഷേ ഉത്തരവിറക്കുമ്പോഴും 7-ാം തീയതി കാലാവധി കഴിഞ്ഞ ആൾ ഈ ദിവസങ്ങളിൽ എങ്ങനെയാണ് ഡയറക്ടറായി അവിടെ തുടർന്നത് എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ശ്രുതി, പ്രസാദ്, അത് തന്നെയാണ് 2 കാര്യങ്ങൾ. ഒന്ന്, ഈ വിരമിച്ചതിന് ശേഷം 3 വർഷം മുൻപ് ഡയറക്ടറാക്കിയത് അത് വീണ്ടും ഡയറക്ടറാക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രസാദ് ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ പറഞ്ഞ പോലെ കാലാവധി കഴിഞ്ഞിട്ടും അതിൻ്റെ നിയമനം നൽകാതെ അവിടെ വീണ്ടും കയറിയിരിക്കുന്നു, ആ സീറ്റിലേക്ക് വീണ്ടും കയറി വരുന്നു. എന്നിട്ട് ഇന്നലെ ഒരു വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ, പ്രസാദ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ഈ ഒരു നിയമനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ എന്താണ് നടക്കുന്നത് എന്നാണ്, ഇതിൽ പിന്നിൽ എന്താണ് നടക്കുന്നതെന്ന് പ്രസാദ് ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ആ ഒരു സ്വാധീനം തന്നെയാണ് അതിന് പിന്നിലുള്ള ഇത്തരം നിയമനങ്ങൾ നടക്കുന്നതിന് പിന്നിൽ എന്ന് വ്യക്തമാവുകയാണ്. ശ്രുതി, നമുക്കറിയാവുന്നതുപോലെ സർക്കാരിൽ സ്വാധീനമുള്ള വ്യക്തികളാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നയിക്കുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് 7-ാം തീയതി കാലാവധി അവസാനിച്ച ഒരാൾക്ക് ആ പദവിയിലേക്ക് തിരിച്ചു വരാൻ കഴിയും എന്ന ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഡയറക്ടർ പദവി ഇല്ലെങ്കിൽ പോലും അവിടെ തുടരാൻ കഴിയുന്നത്. അങ്ങനെ തുടർന്നിട്ട് പോലും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. അങ്ങനെ വരരുത് എന്ന് പോലും പറയാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളിടത്താണ് ആ സ്വാധീനത്തിൻ്റെ ശക്തി. ശ്രുതി, നമുക്കറിയാവുന്നതുപോലെ സി.ഡി നിരവധി അനധികൃത നിയമനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്, പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. നിലവിൽ തന്നെ നിരവധി പേരെ കരാറടിസ്ഥാനത്തിൽ എടുത്ത് സ്ഥിരപ്പെടുത്തി. ആ സ്ഥിരപ്പെടുത്തൽ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി പറയുന്നു. മാത്രമല്ല, ആ സ്ഥിരപ്പെടുത്തൽ പോലും ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട് സി.ഡി മാത്രമല്ല, സംസ്ഥാനത്തെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. സർക്കാരിന് വേണ്ടവരെയും CPM പറയുന്നവരെയും എല്ലാം തിരികെ കയറ്റുകയാണ്
യഥേഷ്ടം കഴിഞ്ഞ വാർത്തകളിലെല്ലാം നമ്മൾ കണ്ടതാണ്. ഓരോ വകുപ്പുകളിലും എങ്ങനെയാണ് താൽക്കാലികക്കാർ വരുന്നത്. ശരി, പ്രസാദ് വ്യക്തമാണ്. എന്തായാലും കാലാവധി കഴിഞ്ഞ CD ഡയറക്ടർ G ജയരാജന് വീണ്ടും നിയമനം നൽകിയിരിക്കുകയാണ് സർക്കാർ. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്നലെ. ഇതിന് പിന്നാലെയാണ് ഈ നിയമനം. ഈ മാസം 7-ന് കാലാവധി അവസാനിച്ചിട്ടും പദവിയിൽ തുടർന്നെന്ന റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ നടപടി വന്നിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. TV പ്രസാദാണ് വാർത്ത കൊണ്ടുവന്നത്. പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.